ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഇത്തിരി സന്തോഷം നൽകിയ അപ്ഡേറ്റുകളിൽ ഒന്നായിരുന്നു ബംഗളൂരു എഫ് സിയുടെ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള റയാൻ വില്യംസ് ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഉപേക്ഷിച്ച് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന് വേണ്ടി കളിക്കും എന്നൊക്കെ ആശിഷ് നേഗി ലൈവിൽ പറഞ്ഞതിന് പിന്നാലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ആഘോഷം തുടങ്ങി. പക്ഷേ ആ ആഘോഷത്തിന് അധികം ആയുസുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നേരത്തെ തന്നെ റയാൻ വില്യംസിനെയും ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ആര്യൻ വില്യംസ് അദ്ദേഹം നെറോക്ക എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ ഇന്ത്യയിൽ കളിച്ചിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടാളുകൾക്കും ഇന്ത്യൻ പാസ്പോർട്ട് സ്വീകരിച്ച് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള ഒരുപാട് പ്രചരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ റയാൻ വില്യംസ് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ആശിഷ് നേഗി പറഞ്ഞതിന് പിന്നാലെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഇത് വലിയ ആഘോഷമായിട്ട് എടുക്കുകയും റയാൻ വില്യംസിന്റെ പോസ്റ്റിലെല്ലാം സ്പാം പോലെ കമന്റ് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ റയാൻ വില്യംസ് തന്നെ ചോദിക്കുന്ന അവസ്ഥയുണ്ടായി, നിങ്ങൾക്ക് ഈ ഒരു വാർത്ത എവിടെ നിന്ന് കിട്ടിയതാണെന്ന്. അപ്പം റയാൻ വില്യംസ് ഇന്ത്യൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചു എന്ന് ആശിഷ് നേഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ആഘോഷിച്ചിട്ടുണ്ട്. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു വാർത്ത എവിടെ നിന്ന് കിട്ടി എന്ന് റയാൻ വില്യംസ് ചോദിക്കുമ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏതായാലും വാർത്തകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നു. റയാൻ വില്യംസ് ഇന്ത്യൻ പാസ്പോർട്ട് സ്വീകരിച്ച് ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഔദ്യോഗികമായിട്ട് തന്നെ ഫോർമൽ ആപ്ലിക്കേഷൻ നൽകിയെന്നൊക്കെയാണ് ആശിഷ് പറഞ്ഞത്. പക്ഷേ റയാൻ വില്യംസ് ഇത്തരത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതിൽ ക്രെഡിബിലിറ്റി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് എന്ന് മാത്രം പറയുന്നു. ബൈ.